വയസ്സക്കാലത്ത് ഓരോ കിറുക്കുകള്. കലിയുഗ ജ്യോതിഷ ഹിമവാൽ ചക്രവാണി. അയ്യ പേര് കേട്ടാലേ അറിയാം ആളൊരു സിദ്ധനാണെന്ന്. ചീത്ത. ചെമ്പാപലാനി പക്വാനി കവികമ്പത്തിലെ ശാഖാഗ്രമേ കുടോ 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 നിന്നെ എനിക്ക് നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലോടെ നിർത്തുമാറ്റാൻ പോന്നപ്പോൾ തനിക്ക് വിശ്വാസം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അർജുനന്റെ അവസ്ഥയെ അവന് പ്രതിവിധി ഇല്ലാന്ന് പോയി പറഞ്ഞോളാ. പോയിക്കോളുക. ഏറ്റുപോടാ. ഇതാടോ ജോത്സ്യൻ വരിക. വരിക. നമസ്കാരം. 11,80,8635 എംപ്ലോയി നമ്പർ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ സിദ്ധനാണെന്ന്. അതെ, എങ്ങനെ മനസ്സിലായി? തൂങ്ങിക്കിടക്കണ കണ്ടില്ലേ? എന്ത്? ID കാർഡ് എടുത്ത് അകത്തേക്ക് ഇടുക. ഇരിക്കുക. ഇനി പ്രശ്നം പറഞ്ഞോളുക. അതൊരു വലിയ കഥയാ. എന്നാ പിന്നെ ഞാൻ പോണു. നീ ഇതെവിടെ പോണു? എനിക്ക് 6 സ്വൈപ്പൊടി ഉണ്ടെന്നു. അവിടെ ഇരിക്കുക. ഈ മാസത്തെ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് കട്ട്. 400 ഐ കളിതമാശ നിർത്തി കാര്യത്തിലേക്ക് കിടക്കുക. ഞങ്ങളുടെ തറവാട്ടില് ചെറിയൊരു പ്രശ്നമുണ്ട്. അണ്ണാ ടൈമായി. അപ്പോ ഈ 3 പേരാണല്ലേ പ്രശ്നക്കാർ? 3 അല്ല, 4ാമത് ഒരാൾ കൂടി ഉണ്ട്. ഓഹോ. തറവാട്ടിലെ 4 സന്തതികളൂടെ തമ്മിലടിച്ച് ഇക്കൊല്ലത്തെ ഉത്സവം അവതാളത്തിലാക്കുമെന്ന് ചെറിയൊരു പേടിയുണ്ട്. ഏതാ നിങ്ങളുടെ നക്ഷത്രം? ചോതി. നോക്കട്ടെ. ചന്ദ്രനിൽ ചോതി, ചോതിയിൽ കു. കുടുംബത്തിൽ വേറെ ആരെങ്കിലും ചോതി നക്ഷത്രത്തിലുണ്ടോ? ഇല്ല. അത്രയും നന്നായിരിക്കണോ? ഇപ്പൊ പ്രശ്നത്തിൽ തെളിഞ്ഞത് എന്താന്ന് വെച്ചാൽ ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞാൻ വീക്കെൻഡ് ആവുന്ന 2 അടിക്കുന്നു ഉറങ്ങുന്നു. അതല്ല, ചൊവ്വ, വ്യാഴം, ശനി ഈ 3 ഗ്രഹങ്ങളുടെ അപഹാരം നിങ്ങളുടെ തറവാടിനുണ്ട്. അതുകൊണ്ട് ഉത്സവം നടത്തിപ്പിന് എന്തായാലും വിഘ്നങ്ങൾ ഏർപ്പെടും. ഇതിനിപ്പോ എന്താ ഒരു പ്രതിവിധി? കരിങ്കോഴി കുരുതി കൊടുക്കണമെന്നാണോ? കരിങ്കോഴി അൽഫാം ഇവിടെ മലബാർ കിച്ചണിൽ കിട്ടും. അതും കുറച്ച് മന്തി റൈസും മേടിച്ച് നമുക്ക് വൈകുന്നേരം അത്താഴം കഴിച്ചിരുന്ന് പ്രതിവിധി കണ്ടെത്തിയാൽ പോരെ? ഇയാൾ എന്തോ നീ പറഞ്ഞത്? FC ഒരു ബിരിയാണി മേടിച്ചു കൊടുത്താൽ പോരെ? ബിരിയാണിക്കൊക്കെ പഴയ വരെയാണ് FC. അതല്ല, അടുത്ത ആഴ്ച ഉത്സവം കൊടിയേറും.
അതിനു മുമ്പ് എങ്ങനെയൊരു ഒരു പ്രതിവിധി കണ്ടെത്തണം. ഒരു വഴിയുണ്ട്. എൻ്റെ ഒരു ശിഷ്യൻ, അവനങ്ങ് ബോംബെയിലാ. പക്ഷേ ഞാൻ വിളിച്ചാ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് അവനിങ്ങ് എത്തും. അവൻ വിചാരിച്ച നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പുഷ്പം പോലെ പരിഹരിച്ച് ഉത്സവം നടത്താൻ പറ്റും. എന്തായാലും നിങ്ങളിപ്പോൾ പോയിക്കോളുക. ബാക്കി കാര്യങ്ങൾ ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഓ, വലിയ ഉപകാരം. അതേ, ഇവിടെ ദക്ഷിണാന്നൊരു ഏർപ്പാടുണ്ടേ. മറന്നു. ആ വെറ്റിലിങ് എടുക്ക. വെറ്റിലൊന്നും ഇപ്പൊ എടുക്കില്ല. ഇൻഫി ഗോൾഡ് പോയിന്റ്സ് എടുക്കൂ. ചെലവാവില്ല. ദാ ഇതിലോട്ട് അയച്ചോളുക. ഇത് കൊള്ളാലോടാ. പറഞ്ഞ കാര്യമൊന്നുമില്ല, ഞാൻ തന്നെ അയക്കാം. ഹൈടെക്. രൂപ 51 റിസീവ്ഡ് ഓൺ ഫോൺ പേ. നന്ദിയുണ്ട് കേട്ടോ. ഹൈക്ക് കിട്ടിയിട്ട് കുറച്ചുകളായിരിക്കണമല്ലേ? ഓ, സിദ്ധം തന്നെ. ബോധ്യായിരിക്കണം. പോയിക്കോളാ. പിന്നെ കൊണ്ട് വരിക ഇങ്ങോട്ട്. ആവാതിരുന്നാ മതിയായിരുന്നൊക്കെ. ആശാനെ, നമുക്ക് ഇത്തവണ ഹണി റോസിനെ കൊണ്ടുവന്നു. സർ, എൻ്റെ DQ സ്കോർ ഒന്ന് എൻഡോസ് ചെയ്ത് തരാൻ പറ്റുമോ? എന്താടോ, അയാൾ വന്നോ? ഇതുവരെ എത്തിയിട്ടില്ല. സമയത്തിന് തന്നെ എത്തുമെന്നാ ജോത്സ്യം പറഞ്ഞിരിക്കണേ. വന്നാൽ എല്ലാവർക്കും കൊള്ളാം, ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം കാണ്ടി വരും. അറിയാലോ. കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത്. അയ്യോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഏതായാലും അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹസനെ, 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 എല്ലാം പറഞ്ഞ കോംപ്ലിമെന്റ്സ്. എങ്ങനെ? ആ പുള്ളിയുടെ ശിഷ്യനാരോ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എന്തൊക്കെയോ പറഞ്ഞ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അവരെല്ലാവരും FC ചാടിച്ചോണ്ടിരിക്കും. ഇതെന്ത് മാജിക്? എന്നിട്ട് ആ പുള്ളി എന്തി? ദേ പോണു. നീ ഒരു കാര്യം ചെയ്യ്, ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കുക. ഞാൻ ഏതായാലും ആ ജോത്സ്യം ഒന്ന് വിളിക്കട്ടെ. ശരി ഹസനെ. ഹലോ കണിയൻ സാർ, നിങ്ങളുടെ ശിഷ്യനാളൊരു പുലിയാണ് കേട്ടോ. വന്ന നിമിഷങ്ങൾക്കൊക്കെ അല്ലേ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തത്. ഞാനങ്ങോട്ട് വന്ന് കാണാനിരിക്കേ. ഞാൻ കുറെ നേരെ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ നോക്കുമായിരുന്നു, എന്റെ ശിഷ്യന് വരാൻ പറ്റില്ലെന്ന് പറയാൻ. എന്തായി പറയണേ? ഇതുവരെ ഇപ്പം നടക്കോ? എൻ്റെ RP ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വല്ല ബസ് എടുത്ത് പോവാന്നാ. എന്തൊക്കെ അലമ്പടേ. അവന്റെ വണ്ടി വഴിയിലായി പോലും. നിങ്ങൾക്കൊരു വണ്ടി വിടാൻ പറ്റുമോ അവനെ വിളിക്കാൻ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവിടെയുള്ളത് ആരാന്നീ പറയണേ? നിങ്ങൾക്ക് ആള് മാറിയിട്ടുണ്ടോ? ഹലോ ഹലോ ഹലോ.
ആർ പി ഊയ് ആർ പി ആർ പി ആർ പി താവും പോടോ എല്ലാ വർഷത്തെ കൂട്ടും പ്രശ്നങ്ങൾ കൊണ്ടുവരും